إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് കടന്നു വന്നു, അത് കഴിഞ്ഞുപോയി. പരിശുദ്ധ റമളാനും അതിനുശേഷമുള്ള ഈദും കഴിഞ്ഞ് ശവ്വാലിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, റമളാനിന് ശേഷം നമ്മിൽ പലരും അഭിപ്രായപ്പെട്ടു, എത്ര വേഗത്തിലാണ് റമളാൻ കഴിഞ്ഞുപോയത്. സഹോദരങ്ങളെ സഹോദരിമാരെ, ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ദുനിയാവ്, നമ്മുടെ ജീവിതം ഇതുപോലെയാണ്, വളരെ വേഗത്തിൽ തീർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആയുസ്, നമ്മുടെ ജീവിതം, നമ്മുടെ ദുനിയാവിലെ ഈ ആഹ്ലാദവും സന്തോഷവും പളപളപ്പുകളുമെല്ലാം അതിങ്ങനെ തീർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക, ദുനിയാവിൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നശിക്കും, ഇല്ലാതെയാകും, തീർന്നു പോകും. നമ്മുടെ ഏടുകളിൽ, നമ്മുടെ രേഖകളിൽ എന്താണോ അവശേഷിക്കുന്നത് അത് മാത്രമേ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും പരലോകത്ത് കാണുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു പറഞ്ഞതുപോലെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതവൻ കാണുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ ആരെങ്കിലും വല്ല തിന്മയും അതേ അളവിൽ അതേ തോതിൽ ചെയ്താൽ അതും അവൻ കാണുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ ഈ ആയുസ് അവസാനിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ബാക്കിയാവുക നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്. പരിശുദ്ധ റമളാനിന് ശേഷം ഇനി എന്ത് എന്ന് പൊതുവെ ചോദിക്കപ്പെടാറുണ്ട്. റമളാനിൽ നോമ്പും രാത്രി നിസ്കാരവും ദിക്റുകളും ദുആകളും സദഖകളും തുടങ്ങി അനേകം സൽക്കർമ്മങ്ങൾക്ക് നടുവിലായിരുന്നു
ഞാനും നിങ്ങളും ജീവിച്ചിരുന്നത്. സഹോദരങ്ങളെ, ആ സൽക്കർമ്മങ്ങളാണ് നമുക്ക് എന്നെന്നും ബാക്കിയാവുക എന്ന തിരിച്ചറിവാണ് റമദാനിന് ശേഷം നമുക്ക് വേണ്ടത്. അഥവാ റമദാനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ റമദാനിന് ശേഷവും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടായിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നോമ്പ് തന്നെയാണ്. റമദാൻ മാസത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നിർബന്ധമാക്കിയത് ഒരു മാസക്കാലത്തെ നോമ്പാണ്. റമദാനോടുകൂടി ആ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ നിന്നും അവസാനിക്കുന്നില്ല. റമദാനിന് ശേഷവും സഹോദരങ്ങളെ നോമ്പ് നമുക്കുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന ثم أتبعه ستا من شوال كان كصيام الدهر. ആരെങ്കിലും റമദാനിൽ ഒരു മാസക്കാലം നോമ്പനുഷ്ഠിക്കുകയും അതിനെ തുടർന്ന് ശവ്വാലിൽ 6 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ വർഷം മുഴുവനും നോമ്പനുഷ്ഠിച്ചതുപോലെയാണ്. സഹോദരങ്ങളെ നോക്കൂ, റമദാനിലെ നോമ്പ് കഴിഞ്ഞു. ഒരു ദിവസം അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ആഘോഷിക്കാൻ ഈദ് നിശ്ചയിച്ചു തന്നു. അതാ വീണ്ടും നോമ്പാണ് നമുക്കുള്ളത്. അഥവാ ശവ്വാലിലെ 6 നോമ്പ് എന്നത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഫർള് നിസ്കാരത്തിന്റെ മുന്നിലും പിന്നിലുമുള്ള റവാത്തിബ് നിസ്കാരം പോലെയാണ്. അഥവാ ഫർളിനോട് ചേർന്ന് വരുന്ന സുന്നത്തായതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു നോമ്പാണിത്. 6 ദിവസങ്ങളിൽ ഈ ശവ്വാൽ മാസത്തിൽ തുടർച്ചയായി എടുക്കലാണ് ഉത്തമം. എന്നാൽ വേറെ വേറെ ഇടവിട്ട ദിവസങ്ങളിൽ എടുക്കാവുന്നതാണ്. സഹോദരങ്ങളെ, ഒരു മാസക്കാലത്തെ നോമ്പ് എന്നത് 10 മാസത്തേക്കും പിന്നീടുള്ള 6 ദിവസങ്ങളിലെ നോമ്പ് 2 മാസങ്ങൾ, അങ്ങനെ ഒരു വർഷം നോമ്പെടുത്തതുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ശവ്വാലിലെ നോമ്പ് എന്നത് 6 ദിവസങ്ങളിലെ നോമ്പ് എന്നത് അത് നാം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. 6 ദിവസങ്ങൾ തുടർച്ചയായോ അല്ലാതെയോ എടുക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എളുപ്പം നൽകിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നോമ്പ് റമദാൻ കഴിഞ്ഞാലും അവസാനിക്കുന്നില്ല എന്നത് വളരെ മഹത്തരമായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, റമദാനിൽ രാത്രി നിസ്കാരം ഉണ്ടായിരുന്നു. ഇമാമിന്റെ കൂടെ തറാവിഹ് നിസ്കാരം ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, റമദാനിൽ മാത്രമല്ല അല്ലാത്തപ്പോഴും രാത്രി നിസ്കാരമുണ്ട്. രാത്രി നിസ്കാരം എന്നത് വർഷം മുഴുവനും ഉള്ള ഒരു ഇബാദത്താണ്. റമദാനിൽ അത് പ്രത്യേകമായി ജമാഅത്തായി നിർവഹിക്കപ്പെടുന്നു എന്നു മാത്രം. സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാൻ കഴിഞ്ഞാലും രാത്രി നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതായി പോകരുത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച്, റഹ്മാനായ റബ്ബിന്റെ അടിമകളെ കുറിച്ച് പറഞ്ഞു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ അനേകം വിശേഷണങ്ങൾ പറയുന്നതിനിടയിൽ പറഞ്ഞു വല്ലദീന, അവർ, അഥവാ ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ, യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, തങ്ങളുടെ റബ്ബിനു വേണ്ടി സുജൂദിലായിക്കൊണ്ടും രാത്രി നിസ്കാരത്തിലായിക്കൊണ്ടും കഴിച്ചുകൂട്ടുന്നവരാണവർ. രാത്രി കഴിച്ചുകൂട്ടുന്നവരാണവർ. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളുടെ അടയാളമാണത് രാത്രി നിസ്കാരം എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറയുകയുണ്ടായി, യാ അബ്ദല്ലാഹ് ലാ തകുൻ ബിമിസ്ലി ഫുലാൻ, അല്ലയോ അബ്ദുല്ലാഹ്, നീ ഇന്നാലിന്ന ഒരു വ്യക്തിയെ പോലെ ആവരുത്. കാന യഖൂമുൽ ലൈല ഫതറക ഖിയാമൽ ലൈൽ, ആ വ്യക്തി, അയാൾ രാത്രി നിസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു, പിന്നീട് ആ രാത്രി നിസ്കാരം അയാൾ ഉപേക്ഷിക്കുകയുണ്ടായി. അത്തരം ഒരു വ്യക്തിയായി നീ മാറരുത്, അങ്ങനെയുള്ള ഒരാളായി നീ മാറരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകുകയാണ്. സഹോദരങ്ങളെ, ഒരു മാസക്കാലം രാത്രി നിസ്കരിച്ചവരാണ് നമ്മൾ. റമദാൻ കഴിഞ്ഞാലും രാത്രി നിസ്കാരം ഉപേക്ഷിക്കരുത്.
രാത്രി നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ മരണം വരെ നിലനിർത്തേണ്ടതാണ്. പരിശുദ്ധ റമളാൻ നമ്മെ പഠിപ്പിച്ച കാര്യമാണത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒന്നല്ലെങ്കിൽ ഇശാഇന് ശേഷം നിർവഹിക്കാം. നമ്മൾ സാധാരണ തറാവീഹ് നിർവഹിച്ചതുപോലെ ഇശാ നിസ്കാരം കഴിഞ്ഞു, 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് കഴിഞ്ഞു, ഒരാൾക്ക് രാത്രി നിസ്കാരത്തിൽ നിന്നും അയാളുടെ ഓഹരി നിസ്കരിച്ചുകൊണ്ട് കിടന്നുറങ്ങാം, കുഴപ്പമില്ല. ഇനി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അയാൾക്ക് ആ സമയത്ത് നിർവഹിക്കാം. ഇനി രാത്രി 3 വീതിച്ചാൽ അവസാനത്തെ 1 ബാക്കിയാകുമ്പോൾ അത്താഴത്തിന്റെ സമയം, തഹജ്ജുദിന്റെ സമയം എഴുന്നേൽക്കുമെന്നൊരാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് ആ സമയത്തേക്ക് അത് നീട്ടിവെക്കാം. ആ സമയത്തേക്ക് നീട്ടിവെച്ച് ആ സമയം നിർവഹിക്കാം. അതാണ് അഫ്ളൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ എളുപ്പമാണ്. ചുരുങ്ങിയത് 3 റക്അത്തെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ 2 റക്അത്തും പിന്നെ 1 റക്അത്തുമായി അങ്ങനെയെങ്കിലും രാത്രി നിസ്കാരത്തിൽ നിന്നും ഒരു ഓഹരി ഇല്ലാത്തവരായി നമ്മൾ മാറരുത് എന്ന് നാം ഓരോരുത്തരും തീരുമാനിക്കുക. 3ാമത്തെ കാര്യം സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൽ ധാരാളമായി അൽഹംദുലില്ലാ ഖുർആൻ പാരായണം നടന്നിരുന്നു. എല്ലാവരും കിട്ടിയ സമയം ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. ഖത്മുകൾ തീർത്തവരുണ്ട്, 1 അതിലധികമോ ഖത്മുകൾ തീർത്തവരുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റമളാൻ കഴിഞ്ഞാലും നമ്മുടെ ഖുർആൻ പാരായണം അവസാനിക്കരുത്. റമളാൻ കഴിഞ്ഞാലും ഖുർആനിൽ നിന്നുള്ള ഒരു ഓഹരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരുപാട് പാരായണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ചെറിയ ഓഹരിയാണെങ്കിലും അത് നഷ്ടപ്പെടുത്താതെ, പ്രത്യേകിച്ച് പ്രഭാതത്തിൽ നമ്മുടെ ദിവസം തുടങ്ങുന്ന സമയത്ത്, സാധാരണ നിസ്കാരം കഴിഞ്ഞു, ദിക്റുകൾ കഴിഞ്ഞു, സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലുള്ള ഉപകരണം മൊബൈൽ എടുക്കരുത്. മറിച്ച് നാം ഖുർആൻ പാരായണം ചെയ്യണം. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമ്മുടെ ദിവസം ആരംഭിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഖുർആൻ പാരായണം അതിൽ ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു ഹർഫിന് 10 പ്രതിഫലമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകുക. അലിഫ് ലാം മീം എന്നൊരാൾ പാരായണം ചെയ്താൽ 30 പ്രതിഫലം അയാൾക്ക് ലഭിക്കും. സഹോദരങ്ങളെ, 1, 2, 3, 4 പേജുകൾ പാരായണം ചെയ്യാൻ എത്ര സമയമാണ് വേണ്ടത്? ചിന്തിച്ചു നോക്കൂ. എന്നാൽ നിങ്ങൾ നോക്കൂ, നമ്മുടെ മൊബൈലിന്റെ സ്ക്രീനുകൾ എത്ര സമയമാണത് ഉപയോഗിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ ഉച്ച സമയമാവുമ്പോൾ എന്റെയും നിങ്ങളുടെയും മൊബൈലിന്റെ സ്ക്രീൻ ടൈം ഒന്ന് എടുത്തു നോക്കൂ, മണിക്കൂറുകളായിട്ടുണ്ടാകും. എന്നാൽ ഖുർആനിൽ നിന്ന് എത്ര പേജുകൾ നമ്മൾ പാരായണം ചെയ്തു, ചിന്തിച്ചു നോക്കണം. സഹോദരങ്ങളെ, ബാക്കിയാവുക ഈ കർമ്മങ്ങൾ മാത്രമാണ്. പരിശുദ്ധ റമളാൻ എന്നത് ഖുർആൻ പാരായണം നമ്മെ നന്നായി പരിശീലിപ്പിച്ചിട്ടുണ്ട്. റമളാൻ കഴിയലോടുകൂടി അത് നമ്മൾ അവസാനിപ്പിക്കരുത്. മാസത്തിൽ അതല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ, വർഷത്തിൽ എങ്കിലും പ്രിയമുള്ളവരെ, ഒരു ഖത്മ് പൂർത്തീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എത്ര സമയമാണ് വേണ്ടത്? വളരെ ചുരുങ്ങിയ സമയമല്ലേ വേണ്ടതുള്ളൂ. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 4ാമത്തെ കാര്യം, മസ്ജിദുകളിൽ നമ്മൾ സജീവമാവുക എന്നതാണ്. റമളാനിൽ നിസ്കാരത്തിന് വന്നാൽ ഒരുപാട് സമയം പള്ളിയിൽ, മസ്ജിദുകളിൽ കഴിച്ചുകൂട്ടാറുണ്ടായിരുന്നു. റമളാൻ കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോകുന്ന, അതല്ലെങ്കിൽ തിരക്കിട്ട് ആവശ്യമില്ലാതെ എഴുന്നേറ്റ് പോകുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. കാരണം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മലക്കുകൾ ഒരാൾ നിസ്കരിച്ച് ആ സ്ഥലത്ത് അശുദ്ധിയാവാതെ ഇരിക്കുന്ന സമയത്തോളം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ അർഹംഹു എന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എത്ര മഹത്തരമാണ്! ഇമാം ഇബ്നു ബത്താൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഫമൻ കാന കസീറ ദുനൂബി വഅറാദ അൻ യുഹിസ്സഹ അല്ലാഹു അൻഹു ബിഗൈരി തഅബിൻ ഫൽയഗ്തനിം മുലാസമത മകാനി മുസല്ലാഹു ബഅദ الصلاة ليستكثر من دعاء الملائكة واستغفارهم له. മഹാനായ ഇബ്നു ബത്താൽ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു,
ആർക്കെങ്കിലും ഒരുപാട് തിന്മകളുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ്, ഒരു പ്രയാസവുമില്ലാതെ ഒരു ക്ഷീണവുമില്ലാതെ അത് മായ്ക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ച സ്ഥലത്ത് തന്നെ അയാൾ ഇരുന്നു കൊള്ളട്ടെ. കാരണം മലക്കുകൾ അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് വർദ്ധിപ്പിക്കാൻ എത്ര സമയം കിട്ടുന്നുവോ അത്ര സമയവും ഇയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു എന്ന് ആ നിസ്കരിച്ച് ഇരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ കഴിഞ്ഞാലും പള്ളിയുമായുള്ള നമ്മുടെ ബന്ധം അത് നാം ഉപേക്ഷിക്കരുത്. അതുപോലെ നിസ്കാരത്തിന് വേണ്ടി നേരത്തെ വന്ന് മസ്ജിദിൽ ഇരിക്കുക എന്നുള്ളത്, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത്, ഇതെല്ലാം സഹോദരങ്ങളെ റമളാനിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതായി പോവരുത് എന്ന് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യം സദഖയാണ്. റമളാനിൽ ധാരാളം സദഖകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ റമളാനിന് ശേഷവും അത് നാം മുടക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ വയഖൂലുൽ ആഖർ അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ രണ്ടു മലക്കുകൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് അതിലൊരാൾ പറയും, അല്ലാഹുവേ, ചിലവഴിക്കുന്നവന് നീ നൽകണേ. രണ്ടാമത്തെ ആൾ പറയും, പിടിച്ചു വെക്കുന്നവന് നീ നഷ്ടം വരുത്തണേ. സഹോദരങ്ങളെ നോക്കൂ, സദഖ ദാനധർമ്മം എന്നത് റമളാനിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകരുത്. ഈ പറഞ്ഞ കർമ്മങ്ങളെല്ലാം പരിശുദ്ധ റമളാനിൽ നാം നിർവഹിച്ചിരുന്നതാണ്. നോമ്പും രാത്രി നിസ്കാരവും ഖുർആൻ പാരായണവും പള്ളിയുമായുള്ള ബന്ധവും സദഖയും അതല്ലാത്ത കാര്യങ്ങളുമെല്ലാം സഹോദരങ്ങളെ പരിശുദ്ധ റമളാനിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത് റമളാനിന് ശേഷവും ഇതൊന്നും ഇല്ലാതാവുന്നില്ല എന്നുള്ളതാണ്. പരിശുദ്ധ റമളാനിന് ശേഷവും പ്രിയമുള്ളവരെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ഉറപ്പായത് അഥവാ മരണം വരുന്നതുവരേക്കും നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് റമളാനോടുകൂടി നമ്മുടെ ഇബാദത്തുകൾ അവസാനിക്കുന്നില്ല, മറിച്ച് നമ്മുടെ മരണം വരെ ഇബാദത്തുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിലെ ഈ കർമ്മങ്ങൾ, റമളാനിൽ അനുഷ്ഠിച്ച ഇബാദത്തുകൾ റമളാനിന് ശേഷം നഷ്ടപ്പെടുത്തുന്ന, പാഴാക്കിക്കളയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകരുത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു, പിന്നെ റമളാൻ കഴിഞ്ഞതിന് ശേഷം അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ ഒരു ഉദാഹരണം അറിയിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറയുന്നു, വലാ തകൂനു കല്ലതി നഖദത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. ഉറപ്പോടെ നൂൽ നൂറ്റതിന് ശേഷം അതിനെ പല ഇഴകളായി പിരിച്ചുകളഞ്ഞ ഒരുവളെ പോലെ നിങ്ങളായി പോകരുത്. വളരെ അടുക്കും ചിട്ടയോടുകൂടി നല്ല രൂപത്തിൽ നൂൽ നൂറ്റതിന് ശേഷം അതിന്റെ പൂർത്തീകരണം എത്തിയതിന് ശേഷം പിന്നീട് അത് പിരിച്ചു കളഞ്ഞാൽ അത്തരം ആളുകളെ കുറിച്ച് നമ്മൾ എന്താണ് പറയുക? അതുപോലെ നിങ്ങളായി പോകരുത് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാനിൽ കർമ്മങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് സമൃദ്ധമാക്കി റമളാനിന് ശേഷം നഷ്ടപ്പെടുത്തരുത് എന്നാണ് അതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ
وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് നമ്മൾ കേട്ടു. നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്ത് റമളാനിനെ സമൃദ്ധമാക്കി റമളാൻ കഴിഞ്ഞതോടുകൂടി തലതിരിഞ്ഞു പോവുക എന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. കാരണം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നതിനുള്ള അടയാളത്തിൽപ്പെട്ടതാണ് വീണ്ടും വീണ്ടും നന്മകളിലേക്ക് കുതിക്കുക എന്നുള്ളത്. ചെയ്തുപോയ തെറ്റുകളിലേക്ക് പിന്നീട് വീണ്ടും തിരിച്ചു മടങ്ങാതിരിക്കുക എന്നുള്ളത്. പണ്ഡിതന്മാർ സലഫുകൾ മുൻഗാമികൾ പറഞ്ഞതുപോലെ അൽ ഹസനതു തദ്ഉ ഉഖ്തഹ, നന്മ അതിന്റെ സഹോദരിയെ വിളിച്ചു വരുത്തും, ക്ഷണിച്ചു വരുത്തും. അഥവാ ഒരു നന്മ ചെയ്താൽ അടുത്ത നന്മയിലേക്ക് അത് നമ്മെ ക്ഷണിക്കും. വസ്സയ്യിഅതു തദ്ഉ ഉഖ്തഹ, അതേപോലെ തന്നെയാണ് തിന്മയും അതിന്റെ സഹോദരിയെ അത് വിളിച്ചു വരുത്തും, ക്ഷണിച്ചു വരുത്തും. അഥവാ ഒരു തിന്മ അടുത്ത തിന്മയിലേക്ക് നമ്മെ നയിക്കും. സഹോദരങ്ങളെ, റമളാൻ എന്നത് പുണ്യങ്ങളുടെ പൂക്കാലമാണ്. റമളാനിന് ശേഷം വീണ്ടും നന്മയിലേക്കാണ് നാം കുതിക്കേണ്ടത്. അത് ശുഭകരമായ നല്ല അടയാളത്തിൽപ്പെട്ടതാണ്. അതല്ല നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ ഭയപ്പെടണം. നമ്മുടെ കർമ്മങ്ങളുടെ സ്വീകാര്യതയെ തൊട്ട് നമ്മൾ ഭയപ്പെടണം. സഹോദരങ്ങളെ, റമളാനിൽ മാത്രം അല്ലാഹുവിനുള്ള ഇബാദത്തും റമളാൻ കഴിഞ്ഞാൽ വീണ്ടും പഴയ കുത്തഴിഞ്ഞ ജീവിതവുമാണെങ്കിൽ അവരെത്ര മോശക്കാരാണ് എന്നാണ് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. ചില മുൻഗാമികൾ പറഞ്ഞ മനോഹരമായ വാക്ക് നമുക്ക് ഇപ്രകാരം കാണാം: കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയൻ. നീ റബ്ബാനിയായി തീരുക, അഥവാ റബ്ബിനുള്ള ഇബാദത്തുകളുമായി എല്ലാ കാലത്തും ജീവിക്കുന്ന ഒരാളായി നീ മാറുക. അതാണ് റബ്ബാനിയായി മാറുക എന്ന് പറഞ്ഞാൽ. വലാ തകുൻ റമളാനിയൻ, നീ റമളാനിയാവരുത്. റമളാനിൽ മാത്രം ഭക്തിയും റമളാനിൽ മാത്രം നിസ്കാരവും റമളാനിൽ മാത്രം ജമാഅത്തും റമളാനിൽ മാത്രം സൽക്കർമ്മങ്ങളും ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടതു മുതൽ ഈ പറഞ്ഞതുമായി യാതൊരു ബന്ധവുമില്ല എങ്കിൽ ബിഅ്സൽ ഖൗം, എത്ര മോശമായ ആളുകളാണ് എന്നാണ് പ്രിയമുള്ളവരെ മുൻഗാമികൾ അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് റമളാനിന് ശേഷം നമ്മുടെ ജീവിതം എങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മുടെ കർമ്മങ്ങളുടെ സ്വീകാര്യത അറിയാനുള്ള അടയാളത്തിൽപ്പെട്ടതാണ് വീണ്ടും നന്മയിലേക്ക് എളുപ്പം കിട്ടുക എന്നുള്ളത്. തിന്മയിലേക്കാണോ? അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ അവസാനിച്ചു പോയോ നിന്നുപോയോ നമ്മൾ പേടിക്കണം, അങ്ങേയറ്റം നമ്മൾ ഭയപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തു ആലി ഇമ്രാനിൽ നമുക്ക് കാണാം. എല്ലാ ഖുതുബകളിലും നിങ്ങൾ കേൾക്കാറുള്ള ആയത്താണത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എങ്ങനെ സൂക്ഷിക്കണം? സൂക്ഷിക്കേണ്ട മുറപ്രകാരം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോവരുത്. ഈ ആയത്ത് സഹോദരങ്ങളെ നമ്മെ പേടിപ്പെടുത്തേണ്ട ആയത്താണ്. മുഅ്മിനീങ്ങളെ എന്നാണ് അള്ളാഹു വിളിച്ചത്. എന്നിട്ട് പറയുന്നു മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? മുഅ്മിനീങ്ങളോട് പറയുന്നു നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. അഥവാ സഹോദരങ്ങളെ, തഫ്സീറുകളിൽ കാണാം, മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു, സദാസമയം ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. സദാസമയം എല്ലാ കാലത്തും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിലായിക്കൊണ്ട്
അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായിക്കൊണ്ട് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്നുള്ളതാണ്. അതിലായി മരിക്കാനും പരിശ്രമിക്കണം. കാരണം അന്ത്യം അത് നന്നാവണം, പര്യവസാനം അത് നന്നാവണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകളിൽ ഈ പറഞ്ഞ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, തീർച്ചയായും അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും ശേഷം ഇസ്തിഖാമത്ത് കൈക്കൊള്ളുകയും അഥവാ ദീൻ പാലിച്ചു നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്തവരാരോ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് അവരുടെ മരണ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. അല്ലാ തഖാഫു വലാ തഹ്സനു, എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ദുഃഖിക്കരുത്. വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. സഹോദരങ്ങളെ, ജീവിതം മുഴുവനും റമളാൻ മാസം പോലെ നമ്മൾ ജീവിച്ചാൽ ശവ്വാലിന്റെ അന്ന് നാം ആഘോഷിച്ച ഈദായിരിക്കും നമ്മുടെ മരണത്തിന്റെ ദിവസം. സന്തോഷവും ആഹ്ലാദവും മലക്കുകളുടെ അഭിവാദ്യവുമായിരിക്കും. പെരുന്നാളിന്റെ ദിവസം സന്തോഷത്തോടെ ആശംസകൾ പറഞ്ഞവരാണ് ഞാനും നിങ്ങളും, സന്തോഷിച്ചവരാണ് ഞാനും നിങ്ങളും. അതിന്റെ തൊട്ടു മുന്നേ വരെ പകൽ നാം പട്ടിണിയായിരുന്നു, വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ നോമ്പ് നോറ്റവരായിരുന്നു. ശവ്വാലിന്റെ അന്ന് സന്തോഷത്തോടുകൂടി ഈദുൽ ഫിത്ർ നമ്മൾ ആഘോഷിച്ചു. അന്ന് വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു, നല്ല വാക്കുകൾ പറഞ്ഞു, കുടുംബ സന്ദർശനം നടത്തി. ഒരുപാട് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ നമുക്ക് വന്നു കിട്ടി. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, ഇതാണ് ഒരു മുഅ്മിനിന്റെ ജീവിതം. ജീവിതം റമളാനാക്കിയാൽ അന്ത്യം ഈദായിരിക്കും, പെരുന്നാളായിരിക്കും. മലക്കുകളുടെ അഭിവാദ്യം ദുഃഖമോ പ്രയാസമോ വേണ്ടതില്ല, മറിച്ച് സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിച്ചു കൊള്ളുക എന്ന അഭിവാദ്യമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم مزق ملك الكافرين. اللهم شتت شملهم. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.